നമ്മൾ ഇത്ര നാളും ജനറൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്, TPക്കകത്തുള്ള പല പല ജനറൽ പ്രിൻസിപ്പിൾസ്. സോ we are coming to the last session of those principles. ഇനിയിപ്പം അടുത്ത മോർഗേജ് സെയിൽ അങ്ങനെ കുറെ എന്താണോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിക്കകത്തുള്ള ആക്ച്വൽ ട്രാൻസ്ഫേഴ്സിനെ പറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ലൈക്ക് മോർഗേജ് സെയിൽ, അതിലേക്ക് പോകും. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസിന്റെ എനിക്ക് തോന്നുന്നു 2 പോയിന്റ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ദ പ്രിൻസിപ്പിൾ ദി ഡോക്ട്രിൻ ഓഫ് ഫീഡിംഗ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പൽ. സോ ഫീഡിംഗ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്ന ആ ഒരു ഡോക്ട്രിൻ ഇറ്റ് ഈസ് എൻഷ്രൈൻഡ് ഇൻ സെക്ഷൻ 43 ഓഫ് ദ TP ആക്ട്. അപ്പൊ TP ആക്ടിന്റെ സെക്ഷൻ 43 ഉള്ള ഒരു ഡോക്ട്രിൻ ആണ് ഡോക്ട്രിൻ ഓഫ് ഫീഡിംഗ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പൽ. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡോക്ട്രിൻ ഓഫ് നോർമൽ എസ്റ്റോപ്പൽ. നമ്മൾ എസ്റ്റോപ്പലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ എസ്റ്റോപ്പലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ട്രിനാണ് ഫീഡിംഗ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പൽ. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, see here section 43 says that when a person fraudulently or erroneously represents that he has the title or interest over a particular property and transfers or profess to transfer that property to a third party, അതായത് ഒരാള് അയാൾക്ക് ടൈറ്റിൽ ഇല്ലാത്തൊരു പ്രോപ്പർട്ടി, സോ സം പ്രോപ്പർട്ടി വേർ that person is not having any interest or title, so that person after misrepresenting either fraudulently, so that is the point, either fraudulently or mistakenly, if he represents that he is having the title and he transfers or profess to transfer that property to a transferee, then in such cases എന്താ പറ്റുക, the transferee can, so and on a future date and on a future, അപ്പം ഒരു പ്രോപ്പർട്ടിയിൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി ഒരാള് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിയിൽ on a future date, if the transfer attains some interest over that property, then the transferee can at his option get what you call, he can make a claim against the property. എന്ന് വെച്ച് കഴിഞ്ഞാൽ the person fraudulently or erroneously represents and transfers a property for consideration, and such transfer shall at the option of the transferee operate on any interest the transferor may acquire in the property during the subsistence of the contract of transfer. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് ടൈറ്റിൽ ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്തു, ടൈറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് I misrepresented or fraudulently I made a fraudulent representation and I transferred that property to Mr. Safi Mohan. അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് ടൈറ്റിൽ ഇല്ലാത്ത ഒരു 10 സെന്റ് പ്രോപ്പർട്ടി സഫി മോഹന് ഞാൻ എഴുതി കൊടുത്തു. പക്ഷെ ഞാൻ ഇത് എഴുതുമ്പോൾ എനിക്ക് അതിൽ ടൈറ്റിൽ അല്ലെങ്കിൽ അതിൽ റൈറ്റ് വന്നിട്ടില്ല. അപ്പൊ സഫി മോഹൻ ഇത് അറിയില്ല. സോ ഹി ഗോട്ട് ദ പ്രോപ്പർട്ടി. അപ്പം പുള്ളിക്ക് ആ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. സോ ഡ്യൂറിംഗ് ദ സബ്സിസ്റ്റൻസ് ഞാൻ എന്നിട്ട് അതിന്റെ കൺസിഡറേഷൻ, സോ ഫസ്റ്റ് തിങ് ഈസ് ദർ ഷുഡ് ബി എ ഫ്രോഡുലന്റ് റെപ്രസെന്റേഷൻ or a misrepresentation. Then the second thing is that there should be a valid consideration. So സഫി മോഹൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറി എനിക്ക് കൺസിഡറേഷൻ തന്നിരിക്കണം. സോ കൺസിഡറേഷനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഇപ്പൊ നാളെ ഈ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ അല്ലെങ്കിൽ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്സ് ഇഫ് ഐ ഗെറ്റ് സം റൈറ്റ് ഓവർ ദാറ്റ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുടെ പുറത്ത് എനിക്ക് എന്തെങ്കിലും റൈറ്റ് കിട്ടുവാണെന്ന് വെക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ ട്രാൻസ്ഫറി മിസ്റ്റർ സഫി മോഹൻ, അപ്പൊ സഫി മോഹൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഡോക്യുമെന്റ് എഴുതിയ ദിവസം റൈറ്റ് ഇല്ലായിരുന്നു, ബട്ട് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ദ ട്രാൻസ്ഫറർ ഗോട്ട് സം ടൈറ്റിൽ. സോ സഫി മോഹൻ ക്യാൻ അറ്റ് ഹിസ് ഓപ്ഷൻ, പുള്ളിയുടെ ഓപ്ഷൻ ആണ്, ഹി ക്യാൻ ഐദർ റെപ്യൂഡിയേറ്റ്, എനിക്കിത് വേണ്ട, എഴുതിയപ്പോൾ ടൈറ്റിൽ ഇല്ല വേണ്ട എന്ന് പറഞ്ഞ് ഒന്നുകിൽ റെപ്യൂഡിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹി ക്യാൻ ക്ലെയിം വാട്ട് എവർ ടൈറ്റ് വിച്ച് ഹാസ് അക്രൂഡ് ടു മീ, എനിക്ക് കിട്ടിയ എല്ലാ ടൈറ്റിലും അത് പുള്ളിക്കും വേണം, കാരണം പുള്ളി ആണ് അതിന്റെ വാലിഡ് ആയിട്ടുള്ള കൺസിഡറേഷൻ തന്ന് വാങ്ങിയ ട്രാൻസ്ഫർ ആയതുകൊണ്ട്. സോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ ട്രാൻസ്ഫറി ഹി ക്യാൻ may acquire in the property during the subsistence. He can get those interest. ആ എല്ലാ ഇൻട്രസ്റ്റിനും ആ ട്രാൻസ്ഫറി അർഹനാണ്. ട്രാൻസ്ഫറി ക്യാൻ make a claim for all the rights which I got over that property. ഇപ്പം ഇങ്ങനെ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരാള് ഒരു കക്ഷി അയാളുടെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് ഫാദറിന്റെ പ്രോപ്പർട്ടി തന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടിക്ക് എഴുതി കൊടുത്തു. അപ്പൊ ഈ തേർഡ് പാർട്ടി അത് വാങ്ങി അത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ ട്രാൻസ്ഫറിന്റെ അച്ഛൻ മരിച്ചിട്ടില്ല, അപ്പം ട്രാൻസ്ഫറിന്റെ അച്ഛന്റെ പേരിലാണ് പ്രോപ്പർട്ടി. പക്ഷെ ട്രാൻസ്ഫർ പറഞ്ഞു എന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് എഴുതി കൊടുത്തു.
അപ്പം എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ആഫ്റ്റർ സേ 1 year, ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടെ അച്ഛൻ മരിക്കുകയാണ്. മരിച്ചു കഴിയുമ്പം ഈ പ്രോപ്പർട്ടി ഇയാൾ ഒരു സോൾ ലീഗൽ ഹയർ ആണെന്ന് വെക്കുക. സോ ഈ പ്രോപ്പർട്ടി ഈ ട്രാൻസ്ഫററിന് അപ്പോഴാണ് വരുന്നത്, ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് വരുന്നത്. ആ ഡേറ്റിൽ എന്ത് ചെയ്യാം, മറ്റേ ട്രാൻസ്ഫറേക്ക് ആക്ച്വലി ഹി ക്യാൻ ക്ലെയിം this title, this property from that original transferor, because he has taken that property by paying valid consideration and the transferor has made a misrepresentation. So ഈ ഒരു ഫ്രോഡുലന്റ് ഒരു സാധനം ഇതൊക്കെ വന്നത് 1929 ഒരു അമെന്റ്മെന്റിലാണ് ഈ ഫ്രോഡുലന്റ് മിസ്റെപ്രസെന്റേഷൻ കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഡോക്ടറിനെയാണ് പറയുന്നത് ഫീഡിങ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പൽ, ഓൾറെഡി ഉള്ള ഒരു ഫീഡിങ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പൽ. അപ്പൊ ഇതിന്റെ അകത്ത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് കഴിഞ്ഞാല് ജുമാ മസ്ജിദ് വേഴ്സസ് കോടി മാനിയന്ത്ര ദേവയ്യ, കെ ദേവയ്യ, ജുമ്മാ മസ്ജിദ് വേഴ്സസ് കെ ദേവയ്യ. ഇത് വന്നത് AR 1962, സുപ്രീം കോർട്ട് 847. ജുമ്മാ മസ്ജിദ് വേഴ്സസ് കെ ദേവയ്യ, ഇതിന്റെ സൈറ്റേഷൻ AR 1962, സുപ്രീം കോർട്ട് 847 പറഞ്ഞത്. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സെക്ഷൻ, ദിസ് സെക്ഷൻ എംബഡീസ് ദ റൂൾ ഓഫ് എസ്റ്റോപ്പൽ എന്നാണ് ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. ദിസ് സെക്ഷൻ 43 എംബഡീസ് ദി റൂൾ ഓഫ് എസ്റ്റോപ്പൽ ആൻഡ് enacts that a person who makes a representation shall not be heard to allege the contrary as against the person who acts on such representation. ഞാൻ നടത്തിയ ഒരു റെപ്രസെന്റേഷന് മേളിൽ വേറൊരാള് അതിന്റെ ബേസിൽ വേറൊരാള് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ പറയാൻ പാടില്ല എന്റെ റെപ്രസെന്റേഷൻ മാറിപ്പോയി, അത് വേറെ ആൾക്ക് മാറിപ്പോയ തെറ്റായിരുന്നു, അതുകൊണ്ട് എനിക്ക് മറ്റേ ആൾക്കെതിരെ യാതൊരു റൈറ്റും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഇതൊരു എസ്റ്റോപ്പലിന്റെ ഇത് പറഞ്ഞേക്കുന്ന ഈ ജുമാ മസ്ജിദ് വേഴ്സസ് കെ ദേവയ്യ എന്ന് പറയുന്ന കേസിലാണ്. അപ്പം ഇതിന്റെ അകത്ത് ഇത് വന്നത് ഒരു കോമൺ ലോ ഓഫ് എസ്റ്റോപ്പലിൽ നിന്നാണ് വന്നത്. ഇതിന്റെ അകത്ത് ഇംഗ്ലണ്ട് ലോയിലും ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് ഇംഗ്ലീഷ് ലോയിലും ഈ ഒരു കൺസെപ്റ്റ് ഉള്ളതാണ്. ഇംഗ്ലീഷ് ലോയിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ്റ്റോപ്പൽ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ the moment when the transferor acquires the title will equitably, the equitable estate will pass on to the transferee automatically. അതാണ് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത്. ഇംഗ്ലീഷ് ലോയിൽ ഓട്ടോമാറ്റിക് ആയിട്ട്, അപ്പൊ ആദ്യം ഫ്രോഡലന്റ് ആയിട്ട് വസ്തുവിൽ എനിക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത ആൾക്ക് നാളെ ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് വരുവാണെങ്കിൽ ആ റൈറ്റ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗോസ് ടു ദി ട്രാൻസ്ഫേഴ്സ്. ദാറ്റ് ഇക്വിറ്റബിൾ എസ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി ഗോസ് ടു ദ transferee. It automatically goes to the transferee. This is the English position. Indian position എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in Indian law, see, it does not automatically, the title does not automatically go to the transferee. എന്താ കാര്യം? കാരണം ഇവിടെ നമ്മുടെ സെക്ഷനിൽ വളരെ ക്ലിയർ ആണ്, it is only at the option of the transferee. ട്രാൻസ്ഫറിക്ക് ഒരു ഓപ്ഷൻ ഇന്ത്യൻ ലോയിലുണ്ട്, വെദർ ടു കംപ്ലീറ്റ്ലി റെപ്യൂഡിയേറ്റ് ഇറ്റ് ഓർ ടു ക്ലെയിം ഫോർ ദാറ്റ് ഇൻട്രസ്റ്റ്. അപ്പം അതാണ് ഇന്ത്യൻ ലോയും ഇംഗ്ലീഷ് ലോയും തമ്മിലുള്ളത്. ഫീഡിംഗ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പലിലുള്ള ഒരു ഡിഫറൻസ് അതാണ്. ഇംഗ്ലീഷിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ട്രാൻസ്ഫറിക്ക് പോകും, whereas under Indian law it is only at the option of the transferee that he can claim the right which is on a later day acquired in favor of the original transferee. അപ്പൊ ഇതിന്റെ ഒരു തത്തുല്യമായിട്ടുള്ളൊരു സെക്ഷൻ നിങ്ങളിപ്പം സ്പെസിഫിക് റിലീഫ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ്സ് ഒക്കെ കവർ ചെയ്തിട്ട് സെക്ഷൻ 13 നിങ്ങൾ നോക്കിയാൽ സെക്ഷൻ 13 ഓഫ് സ്പെസിഫിക് റിലീഫ് ആക്ട്, ഇതിന്റെ അകത്ത് സ്പെസിഫിക് റിലീഫിന്റെ ആക്ടിന്റെ അകത്ത് സെക്ഷൻ 13 പോയി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് അതിന്റെ അകത്ത്, അതായത് ഒരു ലീസോ അല്ലെങ്കിൽ ഒരു സെയിലോ ഒരു കോൺട്രാക്ട് നടത്തിയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം, പിന്നീട് റൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളതിന്റെ ഒക്കെ ഈ പറഞ്ഞ 43 പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ സെക്ഷൻ 13 ഈ ഒരു കൺസെപ്റ്റ് കവേർഡ് ആണ്. സെക്ഷൻ 13 ഓഫ് ദി സ്പെസിഫിക് റിലീഫ് ആക്ട്. അപ്പൊ ഇന്ത്യൻ ലോയിൽ ഇറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി പാസ് ഓൺ ടു ദ ട്രാൻസ്ഫറി, ബട്ട് an obligation is attached and the transferor becomes the trustee of the transferee with respect to that property. അപ്പൊ ഇന്ത്യൻ ലോയിൽ ഇത് ഓട്ടോമാറ്റിക്കലി പോവില്ല, മറ്റേ ആൾക്ക് ഒരു ക്ലെയിം നിലനിൽക്കും at his option. അപ്പൊ അതുവരെ ഇയാൾ ഒരു ട്രസ്റ്റി പോലെ ആ പ്രോപ്പർട്ടി ഐ ബി ഹോൾഡിംഗ് ഇറ്റ് ഇൻ ട്രസ്റ്റ്. The day when he makes the demand or when the day he tries to take this property, till that day the transferor has to keep the property or hold the property
as a trustee for the transferee. ഇപ്പൊ ഇതിന്റെ അകത്ത് വേറെ ഒരു കേസിലൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർമാറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നാളെ ഇതിപ്പം എനിക്കൊരു ട്രാൻസ്ഫറിനൊരു റൈറ്റ് അക്രൂ ചെയ്യുമ്പോൾ വെദർ എനി ഫോർമാറ്റ് ഈസ് ദർ ഈസ് ഇതിൽ കോടതികളും എല്ലാം പറയുന്നു, അല്ലെങ്കിൽ സെക്ഷനിൽ പോലും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫോർമാറ്റ് ഒന്നുമില്ല. ഫോർമൽ ഡിമാൻഡ് ഈസ് നോട്ട് നെസസറി. ട്രാൻസ്ഫറി നോക്കുമ്പോഴത്തേക്കും ഇത് അതിന്റെ ഫസ്റ്റ് കോൺട്രാക്ടിന്റെ സബ്സിസ്റ്റൻസിൽ തന്നെ ആയിരിക്കണം. അപ്പം ഒരു പ്രോപ്പർട്ടി എഴുതി തന്നു, ആ ഡോക്യുമെന്റ് സബ്സിസ്റ്റൻസിൽ തന്നെ ട്രാൻസ്ഫറിന് അതിൽ റൈറ്റ് അക്യൂർ ചെയ്യുവാണെങ്കിൽ ട്രാൻസ്ഫറി നീഡ് നോട്ട് മേക്ക് എ ഫോർമൽ ഡിമാൻഡ്. ഒരു ഫോർമൽ ഡിമാൻഡ് വേണ്ട. എന്താ വേണ്ടത്? ഹി ഹാസ് ടു ഡു എനിത്തിങ്, any act, he should do any act which shows his intention to claim the property. അപ്പൊ അത് മാത്രം മതി. അപ്പൊ അത് പറഞ്ഞേക്കുന്ന ഒരു പ്രോപ്പർട്ടി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണധൻ വേഴ്സസ് കനയ്യലാൽ, കൃഷ്ണധൻ വേഴ്സസ് കനയ്യലാൽ എന്ന് പറയുന്ന ഒരു കേസിലാണ്. അത് AR 1973 കൽക്കട്ട 422. കൃഷ്ണധൻ വേഴ്സസ് കനയ്യലാൽ, കൃഷ്ണധൻ വേഴ്സസ് കനയ്യലാൽ. ഇത് AIR 1973 Calcutta 422. The different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional